മക്കളൊക്കെ ആയതോടുകൂടെ വേർപാട് സമുദായമായി തീർന്നിരിക്കും. വേർപാട് അനുഭവമായിട്ടല്ല ഒരു സമുദായം പോലെ പരിണമിച്ചിരിക്കും. നിന്റെ ജീവിതത്തിൽ വേർപാട് അനുഭവം, നീ നിൽക്കരുതാത്തടത്ത് നിൽക്കരുത്, പോകരുതാത്തടത്ത് പോകരുത്. അങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യരുതാത്ത അറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അതേ സമയത്ത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രാവിലും പകലും നിന്റെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ദൈവവചനാനുസരണം ജീവിക്കാനുള്ള താല്പര്യവും അങ്ങനെ ജീവിക്കുകയും നീ ചെയ്യും. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് നിലവാടാത്ത വൃക്ഷം പോലെ. അത് ആശ്ചര്യത്തെ നട്ടിരിക്കുക, ആശ്ചര്യത്തെ കിളുത്തത്, ആശ്ചര്യത്തെ കിളുത്തതെന്നും ആശ്ചര്യത്തെ നട്ടതെന്നും പറഞ്ഞാൽ വ്യത്യാസം. കിളുത്തത് വേറെ എഴുതായത്, കിളുത്തണത്തിൽ നിന്നിരുന്നെങ്കിൽ എന്നെ കരിഞ്ഞു പോയത്. പക്ഷേ ആ കിളുത്തണത്തിൽ നിന്ന് പിഴുതെടുത്ത് നട്ട് എവിടെ നട്ടിരിക്കുന്നു? ആശ്ചര്യത്തെ നട്ടിരിക്കുന്നു. ആശ്ചര്യത്തെ നടന്ന വൃക്ഷം അതിന്റെ വേനൽക്കാലത്ത് പോലും ആ ആഴത്തിൽ ആ ആറ്റിലുള്ള ആ നീരുകളിൽ ചെന്ന് വെള്ളം പിടിച്ച് ഉയരത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. പ്രകൃതിയിലെ പല ദൈവത്തിന്റെ പല ശക്തിയെ സംബന്ധിച്ചൊക്കെ എഴുതിയിരിക്കുന്നു. ചില വൃക്ഷത്തിന് വളരെ അടികൾ ഉയരങ്ങൾ 60 അടി 70 അടി 80 അടി ഉയരമൊക്കെയുള്ള വൃക്ഷങ്ങൾ, ചില തെങ്ങിന് പറ്റും 60 അടി ഉയരമുണ്ട്. വേനൽക്കാലത്ത് ആ തെങ്ങിന്റെ മുകളിൽ ഉള്ള ആ കരിക്ക് എടുത്തണം നോക്കിയാൽ തേങ്ങ ആ കരിക്ക് നോക്കിയാൽ അതിനകത്ത് 4 അടി വെള്ളമാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ ആർക്കും വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ആ കരിക്കിനകത്ത് ആ തേങ്ങയ്ക്കകത്ത് വെള്ളം. ആ വെള്ളം എവിടെ നിന്ന് കിട്ടിയതാണ്? ആഴത്ത്. എത്ര അടി വെള്ളം പോയി? ആഴത്തിലേക്ക് ഒരു 20 അടി പോയാൽ 60 80 അടി. 80 അടി ഉയരത്തിൽ വെള്ളം പായിക്കണമെങ്കിൽ എത്ര ഗുരുതശക്തി മോട്ടോർ പ്രവർത്തിക്കും? ഒരു പമ്പിൽ 80 അടി ഉയരത്തിലേക്ക് വെള്ളം തള്ളിവിടണമെങ്കിൽ എത്ര ഗുരുതശക്തിയുള്ള ഒരു